യേശുവിൻ്റെ ജനന സമയത്ത് യേശുവിനെ കാണുവാൻ വന്ന വിദ്വാൻമാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് ആ വിദ്വാൻമാരെ കുറിച്ച് തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം ആദ്യ 2 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഹെരോദാ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങളവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹൂദ രാജ്യം വാഴുന്ന ഹെരോദാ രാജാവിൻ്റെ മുമ്പിലേക്ക് വിദ്വാൻമാർ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ആ ചോദ്യം കേട്ട രാജാവും തൻ്റെ രാജ്യവും ഭ്രമിച്ചുപോയി എന്നാണ് മത്തായി തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: രാജാവായി പിറന്നവൻ എവിടെ? സാധാരണ ഒരു വ്യക്തി ജനിക്കുന്നത് രാജാവായിട്ടാണ്? ഒരിക്കലുമല്ല. ഒരു വ്യക്തി ജനിക്കുന്നത് സാധാരണ ഒരു വ്യക്തിത്വമായിട്ടാണ്. ഒരു രാജകുടുംബത്തിലാകട്ടെ ഒരു വ്യക്തി ജനിക്കുമ്പോൾ അവൻ പൈതലാണ്, രാജാവിൻ്റെ മകനായതിനാൽ അവൻ രാജകുമാരനാണ്. പ്രായപൂർത്തിയാകുമ്പോഴേക്കും ആ വ്യക്തിയെ അഭിഷേകം ചെയ്ത് രാജാവാക്കുകയാണ്. എന്നാൽ ഇവിടെ യേശു ജനിക്കുന്നത് രാജാവായി തന്നെയാണ്. വിദ്വാൻമാർ അങ്ങനെയാണ് ചോദിക്കുന്നത്: യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അവൻ പിറന്നപ്പോഴേ രാജാതി രാജാവാണ്. ഹെരോദാവിന് മനസ്സിലായി ഇത് കെട്ടുകഥയല്ല, അവൻ ജനിച്ചിരിക്കുന്നു. മശിഹ വരുമെന്ന് പറഞ്ഞ മശിഹ വന്നിരിക്കുന്നു. കാരണം അവർ തെളിവ് നിരത്തുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കണ്ടു. അതിനുശേഷം ഇവിടെ വിദ്വാൻമാർ പറയുകയാണ്, ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു. KJV വെർഷൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കം ടു വർഷിപ്പ് ഹിം. ഞങ്ങൾ അവനെ ആരാധിക്കാൻ വന്നിരിക്കുന്നു. ഞങ്ങൾ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ ഞങ്ങൾക്ക് കാണണം. ഞങ്ങളവനെ വർഷിപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നു. ഞങ്ങളവനെ ആരാധിക്കാൻ വന്നിരിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനായ ഏക സത്യ ദൈവം ഇന്ന് മണ്ണിൽ വന്നു പിറന്നപ്പോൾ, യഹോശുവ ഇന്ന് മണ്ണിൽ ജാതനായപ്പോൾ അവനെ ഞങ്ങൾ ആരാധിക്കാൻ വന്നിരിക്കുന്നു. അവൻ എവിടെയാണ് പിറന്നത്? അവനെ ഞങ്ങൾക്ക് ആരാധിക്കണം. ഹെരോദാവിന് കാര്യം മനസ്സിലായി. താനും അവനെ നമസ്കരിക്കാനൊക്കെ യോഗ്യനാ, അവനെ ആരാധിക്കേണ്ടതൊക്കെയാണ്. കാരണം 2:7-8 വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞ് അവരെ ബേത്ലഹേമിലേക്ക് അയച്ചിട്ട് പറയാണ്, നിങ്ങൾ ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്നവനെ നമസ്കരിക്കേണ്ടതിന് ആരാധിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പിൻ. എന്നാലും തന്നിലെ അധികാരം, തന്നിലെ അഹങ്കാരം അതിനെ അനുവദിക്കുന്നില്ല കേട്ടോ. കിഴക്ക് നിന്നും വിദ്വാൻമാർ വന്നിരിക്കുന്നത് യഹൂദന്മാരുടെ രാജാവിനെ കുമ്പിട്ടാരാധിക്കണം എന്ന ഉറപ്പോടെയാണ്, ദൃഢനിശ്ചയത്തോടെയാണ്. അവർ വെറും കൈയോടെയും അല്ല കേട്ടോ രാജാവായി പിറന്നവൻ്റെ മുമ്പിൽ വന്നത്. അവർ വന്നത് ആ രാജാതിരാജാവിന് സമർപ്പിക്കാൻ പൊന്നും കുന്തിരിക്കവും മൂരും കരുതിയിരുന്നു. അതുമാത്രമല്ല, അവരെ തന്നെ മശിഹായുടെ മുമ്പിൽ സമർപ്പിച്ച് വീണവർ നമസ്കരിച്ചു. അവർ തെളിയിക്കുന്ന, അവർ കാണിച്ചു തരുന്ന, അവർ നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു പാഠമുണ്ട്, സത്യമുണ്ട്. ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രമാണ്. ആരാധനയ്ക്ക് അർഹൻ യേശു മാത്രമാണ്. മനുഷ്യരായ ആർക്കും ആ യോഗ്യതയില്ല. വിദ്വാൻമാർക്ക് ലഭിച്ച വെളിപ്പാട് എത്ര ഉന്നതമാണെന്ന് ചിന്തിച്ച പ്രിയപ്പെട്ടവരെ. അവർ യേശുവിനെ ശിശുവായിട്ട് അമ്മയായ മറിയയോടും ജോസഫിനോടും കൂടെ കണ്ടപ്പോൾ വീണ് നമസ്കരിച്ചത് യേശുവിനെ മാത്രമാണ്. നമുക്ക് ആരാധിക്കേണ്ടത് യേശുവിനെ മാത്രമാണ്. ഇന്നത്തെ തലമുറ, ഇന്നത്തെ കാലം മനുഷ്യരെ ആരാധിക്കുന്ന, മനുഷ്യർ വിശുദ്ധരെ ആരാധിക്കുന്ന തലത്തിലേക്ക് മത്സരിക്കുമ്പോൾ, മനുഷ്യനെ ആരാധിക്കുന്ന തലത്തിലേക്ക് അധപ്പതിച്ചു പോയപ്പോൾ ഇവിടെ വ്യക്തമായ തെളിവ് വിദ്വാൻമാർ നമുക്ക് കാണിച്ചു തരികയാണ്. ആരാധിക്കേണ്ടത് യേശു കർത്താവിനെ മാത്രമാണ്. പൗലോസും ബർന്നബാസും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തപ്പോൾ ഇതാ ദേവന്മാർ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന് ലുക്കവോന്യ ഭാഷയിൽ നിലവിളിച്ചുകൊണ്ട് ബർന്നബാസിന് ഇന്ദ്രനെന്നും മുഖ്യപ്രസംഗിയാകിയാൽ പൗലോസിന് ഭൂതനെന്നും പേര് വിളിച്ചു. അവർ ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും കൊണ്ടുവന്ന് യാഗം കഴിപ്പാൻ ഭാവിച്ചപ്പോൾ പൗലോസും ബർന്നബാസും വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ച് പറയുകയാണ്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ, ഞങ്ങൾ നിങ്ങളെ പോലെയുള്ള സാധാരണ മനുഷ്യരത്രേ. നിങ്ങൾ ആരാധിക്കേണ്ടത് കർത്താവിനെയാണ്. ഈ വ്യർത്ഥ കാര്യങ്ങളെ നിങ്ങൾ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക്, സൃഷ്ടാവായ ദൈവത്തെങ്കിലേക്ക്, ഏകസത്യ ദൈവമായ യേശുവിലേക്ക് നിങ്ങൾ തിരിയണമെന്നുള്ളൊരു സുവിശേഷം ഇന്ന് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. അതെ, അവരെ ആരാധിക്കാൻ വന്നപ്പോൾ പൗലോസ് തടഞ്ഞു. ഞങ്ങളെ ആരാധിക്കരുത്, ഞങ്ങളെ ആരാധിക്കരുത്. ഞങ്ങളെ അല്ല ആരാധിക്കേണ്ടത് ഒരുവനെ മാത്രം, സർവശക്തനായ കർത്താവിനെ.
മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ നമുക്ക് വായിക്കുമ്പോൾ അറിയാം, യേശുവിനെ മലമുകളിലേക്ക് പരീക്ഷിക്കുവാനായി പിശാച് കൊണ്ടുപോകുമ്പോൾ പിശാച് യേശുവിനോട് പറയുന്ന ചോദ്യത്തിൻ്റെ മറുപടി സാത്താനോട് യേശു പറയണ, സാത്താനെ, നീ എന്നെ വിട്ടുപോകും, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നെഴുതിയിരിക്കുന്നു. മറ്റാരെയും നമുക്ക് ആരാധിക്കാൻ അവകാശമില്ല, അർഹതയില്ല. ആരാധിക്കേണ്ടത് യേശു കർത്താവിനെ മാത്രം. ബാക്കിയെല്ലാം വ്യർത്ഥമായ ആരാധനയാണ്, വ്യർത്ഥമായ കാര്യങ്ങളാണ്. നമ്മളൊരു വിശുദ്ധനെയും ആരാധിക്കേണ്ട, നമ്മളൊരു പുരോഹിതനെയും ആരാധിക്കേണ്ട, നമ്മൾ ഒരു മനുഷ്യ ജീവിതത്തെയും ആരാധിക്കേണ്ട. നമ്മൾ ആരാധിക്കേണ്ടത് യേശു കർത്താവിനെ മാത്രം. ആരാധന യേശു കർത്താവിന് മാത്രം. ആരാധനയ്ക്ക് യോഗ്യനായവൻ യേശുവാണ്, ആരാധനയ്ക്ക് അർഹനായവൻ യേശുവാണ്. യോഹന്നാൻ ദൂതനെ നമസ്കരിക്കുവാനായിട്ട് അവൻ്റെ പാദത്തിൽ മുട്ടുകുത്തി. ദൂതൻ അന്നേരം പറയാം, അല്ല, എന്നെ നമസ്കരിക്കരുത്, ഞാൻ നിന്നെ പോലെയും നിന്റെ സഹോദരന്മാരെ പോലെയും തന്നെ കർത്താവിനെ സാക്ഷ്യം പറയുന്ന വെറും ഒരു ദാസൻ. നീ നമസ്കരിക്കേണ്ടത്, നീ ആരാധിക്കേണ്ടത്, നീ വണങ്ങേണ്ടത് ദൈവത്തെ മാത്രമാണ്. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്. ഫിലിപ്പിയ ലേഖനം 2:6 മുതലുള്ള വാക്യങ്ങൾ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂസിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതെ, സാക്ഷാൽ കർത്താവ്, സാക്ഷാൽ മശിഹ, ആരാധനയ്ക്ക് യോഗ്യൻ അവിടുന്ന് മാത്രമാണ്. തീത്തോസ് പറയുന്നു, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. അന്ന് അവർ വണങ്ങിയത്, വിദ്വാൻമാർ വണങ്ങിയത് യേശുവിനെ മാത്രമാണ്. നമ്മളത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മറ്റ് തെറ്റായുള്ള പഠിപ്പീരുകളെ ഇന്ന് നമ്മൾ ഉപേക്ഷിക്കണം. ആരാധിക്കേണ്ടത് യേശുവിനെ മാത്രമാണ്. യേശുവിൻ്റെ ശിഷ്യരെ ആരാധിക്കാൻ യേശു പഠിപ്പിച്ചിട്ടില്ല. അപ്പോസ്തലന്മാരെ ആരാധിക്കാൻ യേശു പഠിപ്പിച്ചിട്ടില്ല. യേശുവിനെ ആരാധിച്ച വിദ്വാൻമാർ എത്ര സന്തോഷത്തോടെ ആയിരിക്കാം അവിടെ നിന്ന് മടങ്ങിയത്, എത്ര തൃപ്തിയോടെ ആയിരിക്കാം അവർ അവിടെ നിന്ന് മടങ്ങിയത്. ആരാധനയ്ക്ക് യോഗ്യനായവനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുമ്പോൾ ആരാധിക്കുന്നവർ സംതൃപ്തരാകും, അവർക്ക് പൂർണ്ണ സംതൃപ്തി ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയണം, ആ വിദ്വാൻമാർ നമ്മെ പഠിപ്പിക്കുന്ന പാഠം. മറ്റൊന്നിനെയും വണങ്ങരുത്, മറ്റൊന്നിൻ്റെയും മുമ്പിൽ നീ മുഴങ്കാലും അടക്കരുത്, മനുഷ്യ ദൈവങ്ങളുടെ മുമ്പിൽ നീ മുഴങ്കാലും അടക്കരുത്, വിശുദ്ധരുടെ മുമ്പിൽ നീ മുഴങ്കാലും അടക്കരുത്. നമുക്കുള്ളത് ഏക സത്യ ദൈവമാണ്. ആ കർത്താവിനെ മാത്രം വണങ്ങുക, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നീ ആരാധിക്കുക. ജീവനുള്ള സത്യദൈവത്തെ ആരാധിച്ച് ഈ വിശ്വാസ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ.